ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫ്വാൻ. നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ ഏകദേശം ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 1 വർഷവും 8 മാസവും ആയിട്ടുണ്ട്. റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞ പോലെ 1 വർഷം 8 മാസമായിട്ടുണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് മെയിനായിട്ട് കാണിച്ചു തരാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പ്ലാന്റേഷൻ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിന് നമുക്ക് റിസൾട്ട് നോക്കാം. എൻ്റെ ട്രാൻസ്പ്ലാന്റേഷനിൽ ഞാൻ വെച്ചത് 4000 ഗ്രാഫ്റ്റാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഏരിയ ഞാൻ കവർ ചെയ്ത്, എൻ്റെ ക്രൗൺ ഏരിയയും ആ സമയം കുറച്ച് വീക്ക് ഇനി. അപ്പോൾ അത് ചെയ്യേണ്ട, പിന്നീട് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ്. ഇപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പോയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്നതാവും. ഞാനിപ്പോൾ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞ ശേഷം കുറച്ച് നന്നായിട്ട് കൊഴിച്ചിലുണ്ടായിരുന്നു. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഞാനിപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ GFCയും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും വിചാരിക്കരുത് ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഒറ്റ ടൈം സെറ്റിൽമെൻറ്റ് ആണെന്നുള്ളത് മുടിക്ക്. അപ്പോൾ ആ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മളെ മുടി ഫുള്ള് കൊഴിച്ചിൽ നിൽക്കുക, അതേപോലെ പഴയ പോലെ ആയി വരിക, അങ്ങനെയൊന്നും ആവില്ല. നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മളെ മുടി കെയർ ചെയ്യണം. അപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിഞ്ഞാലും ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ മുടി കെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് മുടി അവിടെ നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ള മുടിയും കൊഴിഞ്ഞു പോവും. വെച്ച മുടി ഉണ്ടാവും എന്നാണ് പറയണത്. അതിനും ഒരു കാലാവധി ഉണ്ടാവുമല്ലോ. നമ്മൾ ബാക്കിൽ നിന്ന് എടുക്കുന്ന മുടിയല്ലേ, ആ മുടിയും കൊയ്യുന്ന സമയമാകുമ്പോൾ അതും ചിലപ്പോൾ കൊഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കെയർ ചെയ്യണം. റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഹെയർ ലൈനും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തത് അല്ലാതെ വിഗ് വെച്ചിക്കല്ല. അതുകൊണ്ട് തന്നെ ഈ മുടിയും നമുക്ക് നരച്ച് വരുന്നുണ്ട്. നമ്മളെ പ്രായത്തിനനുസരിച്ച്, ആ മുടിയുടെ പ്രായത്തിനനുസരിച്ച് അതും നര വരുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് 2 മുടിയുടെ വീണ്ടും നരച്ച, വെച്ച സമയത്ത് എനിക്ക് 1 മുടി നരച്ചത് മാത്രം അവിടെ കാണാണ്ടേനി. അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ട് വീണ്ടും അവിടെ ഒരു മുടിയും നരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മുടിക്ക് കറക്റ്റ് നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള നേരെയും ഇതിന് വരുന്നുണ്ട്. സാധാരണ നമ്മൾ നോർമൽ മുടി പോലെ തന്നെയാണ് വളർച്ചയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അതിലുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ നല്ല സ്ട്രൈറ്റ് മുടിയാണ്. ഈ ബാക്ക് പോർഷനൊക്കെ കണ്ടാൽ മനസ്സിലാവും, സ്ട്രൈറ്റ് മുടിയാണ്. അതിലൊന്ന് വ്യത്യസ്തമായിട്ട് ഇതിങ്ങനെ ചെറിയൊരു ചുളിവും കുറച്ചൊരു കട്ടിപ്പുള്ള പോലെ ഫീലിങ്ങനെ വരുന്നുണ്ട്. അത് ഫസ്റ്റ് ടൈമൊക്കെ നല്ലോണം ഉണ്ടായിനി. വെച്ച സമയത്തൊക്കെ ഫുള്ള് ചുരുണ്ട് ഇങ്ങനെ വന്നിട്ട് വേറൊരു കോലേനി. കൂടുതൽ നീട്ടി വളർത്താനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നീട്ടിയൊക്കെ വളർത്തിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു 1 വർഷത്തിന് ശേഷമാണ് എനിക്ക് ഇതുപോലെ നമ്മൾ നോർമൽ മുടിയോട് സാമ്യമായിട്ട് വന്നത്. എന്നാലും തന്നെ നമുക്ക് എണ്ണയൊക്കെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറിട്ടൊരു ഫീല് അതിന് കിട്ടുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാ മുടിയിൽ എണ്ണ കറക്റ്റ് പിടിക്കും. ഇതിങ്ങനെ ഒരു എന്താ പറയാനറിയില്ല, ഒരു ഫീലുണ്ട്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും, അതിനൊരു മാറ്റമുണ്ട്. അതാണുള്ളത്. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്ന സമയത്ത് എന്നോട് എല്ലാവരും പറഞ്ഞ് പേടിപ്പിച്ചാണ് മെയിനായിട്ടുണ്ടായിരുന്നത് തലവേദന മാറൂല എന്നുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നരമ്പിന് എന്തെങ്കിലും ടച്ച് ചെയ്തിട്ട് തലക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നമ്മൾ എന്താണ് പേടി ഉണ്ടായിരുന്നു, ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് പേടിയിരുന്നു. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഞാനും കുറേ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ട്രാൻസ്പ്ലാന്റേഷനിലേക്ക് എത്തിയത്. റിസൾട്ട് പിന്നെ പകുതിയായിരുന്നു, താക്കലത്തെല്ലാം എന്ന് പറഞ്ഞിട്ടാണ് പോയതാണ്. റെഡി ആവട്ടെ എന്നുള്ള മൈൻഡിൽ. അതിൽ അൽഹംദുലില്ലാ നല്ല റിസൾട്ട് ഉണ്ട്. 1 വർഷം ആയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ഞാൻ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാത്ത പോർഷൻ ഉണ്ട്. അപ്പോൾ ഒരു 4000 ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സെൻറ്റർ ഭാഗത്തിന് അടുത്തായിട്ട് ചെയ്തിട്ടുള്ളത്. അതിന് ബാക്കിലുള്ള ഭാഗം എനിക്ക് ചെറുതായിട്ട് കൊഴിച്ചിൽ തുടങ്ങി. ഞാനൊരു ട്രിപ്പ് പോയൊരു 2 മാസത്തെ ട്രിപ്പ്, അതിലെന്നാൽ പല കാലാവസ്ഥകളിലുമായിട്ട് ഇന്ത്യയിൽ കറങ്ങുകയും ചെയ്തിന്. അപ്പോൾ വെള്ളത്തിൻ്റെയും കാലാവസ്ഥേൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് പിന്നെയും കൊഴിച്ചിലേക്ക് തുടങ്ങി. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ ഞാൻ 2-3 മാസമായി ഇപ്പോൾ GFCയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ കൊഴിച്ചിൽ കുറവുണ്ട്. എന്നാലും എൻ്റെ ക്രൗൺ ഏരിയ കുറച്ച് പോയിട്ടുണ്ട് അധികം. അത് ഇനി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എൻ്റെ ബാക്കിൽ മുടി എടുക്കാനുണ്ട്, ഒരു 1500 ഗ്രാഫ്റ്റ് വരെ നമുക്ക് അവിടെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ഫ്രണ്ട് ഏരിയ ചെയ്ത പോലെ ക്രൗൺ ഏരിയ പെട്ടെന്ന് വളർന്നു വരുന്നില്ല കേട്ടോ. പെട്ടെന്ന് ഫ്രണ്ട് ഏരിയ നമുക്ക് ഒരു വർഷം കൊണ്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ക്രൗൺ ഏരിയ ഒരു 1.5 വർഷം കൊണ്ട് റിസൾട്ട് വരുമെന്നാണ് പറഞ്ഞത്. കാരണം ഇവിടെ വളർച്ച മാറ്റം വരുന്നുണ്ട്. ഹെയർ ലൈൻ കണ്ടല്ലോ നിങ്ങൾ. അതേപോലെ തന്നെ നമ്മൾ ചീവി കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നീളത്തിലാണ് ഇപ്പോൾ ഞാൻ വളർത്തിയിട്ടുള്ളത്. കാരണം ക്രൗൺ ഏരിയ ഒന്ന് കവർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. പണ്ട് എനിക്ക് തന്നെയാണ് പരിപാടി. എൻ്റെ ഫ്രണ്ട് ഏരിയ 4000 ഗ്രാഫ്റ്റ് വെക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല, അത്യാവശ്യം നല്ലോണം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിനി. ഫ്രണ്ടൊക്കെ നല്ല വിസിബിൾ ഇനി. അപ്പോൾ ഞാൻ ഈ ബാക്കത്തെ മുടിയെടുത്ത് ഇങ്ങോട്ട് നീട്ടി വളർത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് തൊപ്പിയൊക്കെ ഇട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നടന്നിരുന്നത്. അപ്പം പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവും ഇനി മുടി ഇല്ല എന്നുള്ളത്. ഞാൻ തന്നെ ക്ലിനിക്ക് പോയി പൊന്തിച്ചപ്പോഴാണ് എല്ലാവർക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഫസ്റ്റത്തെ വീഡിയോയിലൊക്കെ മുടി എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ളത്.
അപ്പോൾ 4000 ഗ്രാഫ്റ്റ് വെച്ചു, റിസൾട്ട് ഓക്കെയാണ്. ബാക്കിൽ എടുത്ത ഭാഗമൊക്കെ പെർഫെക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല, കണ്ട ഒരിക്കലും മനസ്സിലാവണം കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ താടിയിൽ നിന്നൊക്കെ എടുത്തിരുന്നത്, താടിയിൽ നിന്ന് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ, അത് ഫുള്ളായിട്ട് പോയിട്ടില്ല. അത് ഇനി പോകൽ പ്രയാസമായിക്കാരം, കാരണം ഇപ്പോൾ ഏകദേശം 2 വർഷത്തിനടുത്ത് 1 വർഷം 8 മാസമായി ചെയ്തിട്ട്. ഇനി എന്നാലും ദൂരെ നോക്കിയാലും മനസ്സിലാവില്ല, പറ്റേ എടുത്ത് വന്ന് ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുമ്പോഴാണ് അങ്ങനെ ഡോട്ട് ഇവിടെ ഇങ്ങനെ ഉള്ളത് മനസ്സിലാവണത്. അതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കാര്യമായിട്ട് പറഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. ആർക്കും ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാം, ആർക്കും എന്നല്ല, നമ്മളെ ബോഡി ഫിറ്റ് ആണെങ്കിൽ, നമ്മളെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ലിവർ ഹാർട്ട് ഫംഗ്ഷനൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു വലിയ ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും ആയിട്ട് ആരും കണക്കൂടണം. നമ്മളെ തൊലീൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇംപ്ലാന്റ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ഈ ഒരു ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക് വളർന്നോളും. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ടതുമില്ല കേട്ടോ. ഫസ്റ്റത്തെ 1 വീക്കൊക്കെ നമുക്ക് മരുന്ന് തരുന്നുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ നീരും വേദനയൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് കലാകാലം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് നമ്മളെ ഹാർട്ടും ലിവറൊന്നും മാറ്റി വെച്ച പോലെ ജീവിതകാലം മുഴുവൻ നമ്മൾ മരുന്ന് കാര്യങ്ങളൊന്നും ഇതിന് കഴിക്കേണ്ടതില്ല. വേണം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെ മുടി കെയർ ചെയ്യണം. അതിനാവശ്യമായ വിറ്റാമിൻ ഫുഡ് കാര്യങ്ങൾ കഴിക്കണം. ഈ ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടില്ലാണ്ടെങ്കിൽ ബയോട്ടിൻ്റെ ടാബ് കഴിക്കേണ്ടി വരും. ചിലപ്പോൾ PRP അല്ലെങ്കിൽ GFC കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ മുടി നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇക്കുറി ഞാൻ HNS വന്നപ്പോൾ GFC എല്ലാം എടുത്ത്, എന്നാൽ GFC ആണ്. ഇതാണ് പുതിയ GFC കിറ്റ്, എക്സോസ് GFC എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് ഇവിടുത്തെ മാഡത്തോട് ചോദിക്കട്ടോ. നമ്മളപ്പോൾ സുജേത മാം ഉണ്ട്, സുജേത മാം എടുക്കുക. അപ്പോൾ ഇത്തവണ ഞാൻ വന്നപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്തിയാണ് ഈ എക്സോസ് GFC എന്ന് പറയുന്നത്. ഇതിപ്പോൾ ചെയ്ത് ഇതെന്ത് സംഭവം, എങ്ങനെയാണ് ഇതിന് ആൾക്കാർക്കൊന്ന് വിവരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് നമ്മൾ സാധാരണ ഇപ്പോൾ PRP ആയി അതിൽ നിന്ന് ഒന്ന് കുറച്ചും കൂടി എൻഹാൻസ് ആയിട്ട് GFC വരുന്നല്ലോ. പിന്നെ അങ്ങനെ വരുമ്പം GFCൻ്റെ കൂടെ സോപ്പും കൂടി ആഡ് ചെയ്തിട്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ എക്സോസ് GFC എന്നൊക്കെ പറയുന്നത് പേരായിട്ട്. ഇതിലാവുമ്പം നമുക്ക് സാധാരണ GFC എടുക്കുമ്പോൾ കുറച്ച് ഗ്രോത്ത് ഫാക്ടേഴ്സ് ആണ് അതിലായിട്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ എക്സോസോസും പിന്നെ ബയോ ആക്റ്റീവ് മോളിക്യൂൾസും mRNA ഒക്കെ ആയിട്ട് കൂടുതൽ വരുന്നതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എഫിക്കസി ബെറ്റർ ആണ്. GFCനേക്കാളും എഫിക്കസി കുറച്ചും കൂടി ബെറ്റർ ആണ് എക്സോസ് GFCക്ക്. അപ്പോൾ ഇതിലിപ്പോൾ എത്ര ml? സാധാരണ നമ്മൾ GFCയിൽ 20 ml, PRPയിൽ 10 ml ബ്ലഡ് എടുക്കില്ല. ഇതിൽ എത്ര ml ബ്ലഡ് എടുക്കുന്നത്? PRPയിൽ നമ്മൾ 8 ആണ് എടുക്കുന്നത്. ഇത് GFCയിൽ 20, എക്സോസിലും 20 ml ആണ് എടുക്കുന്നത്. പ്രോസസ്സിങ് ആൾമോസ്റ്റ് സെൻട്രിഫിക്കേഷൻ ഒക്കെ ഒരുപോലെ തന്നെയാണ്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ചെയ്യുന്ന പറയുമ്പോൾ സെൻട്രിഫിക്കേഷൻ 3 പ്രാവശ്യമായിട്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഫിൽറ്റർ ഉണ്ടായിരിക്കും. അത് നമ്മുടെ ബ്ലഡിലുള്ള നമുക്ക് പ്ലാസ്മയിൽ ആവശ്യമില്ലാത്ത സെൽസ് ഒക്കെ ഇല്ലേ, നമ്മൾ ബ്ലഡ് സെൽസ് നമുക്ക് ഹെയർ ഗ്രോത്ത് ആയിട്ട് വലിയ യൂസ് ഇല്ലാത്ത സെൽസും കൂടി ഒന്ന് ഫിൽറ്റർ ചെയ്തിട്ട് കുറച്ചും കൂടി പ്രോപ്പർ ആയിട്ടുള്ള പ്ലാസ്മ നമുക്ക് ഒന്നുകൂടി എൻഹാൻസ് ചെയ്ത് കിട്ടും. അതാകുമ്പം ഹെയർ ഗ്രോത്തിന് കുറച്ചും കൂടി ഒരു ബൂസ്റ്റപ്പ് ചെയ്തതുപോലെ, ഹെയർ സെൽസിന് കുറച്ചും കൂടി ആക്ടിവേറ്റ് ചെയ്യുന്ന പോലെ, ഫോളിക്കിൾസ് ഒക്കെ കുറച്ചും കൂടി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ GFCനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആണ്. ഇതിലെന്തൊക്കെ വരുന്നത് കിറ്റിൽ? GFCനെക്കാട്ടിലും എന്തായാലും എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ GFC പോലെ തന്നെ അതെ, ഇതിൽ നമ്മൾ GFC ബ്ലഡ് എടുക്കുന്ന സാമ്പിളിൻ്റെ ആ ട്യൂബ് ഉണ്ടായിരിക്കും. പിന്നെ സാധാരണ നമ്മൾ ഇത് 2 മാത്രമാണ് നമ്മൾ GFCയിൽ വരുന്നത്, നോർമൽ GFCയിൽ. ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു 2 ട്യൂബും കൂടി എക്സ്ട്രാ, ഈ ഒരു ഫിൽറ്ററാണ് എക്സ്ട്രാ വരുന്നത്. ഇതിലാകുമ്പം ആദ്യം നമ്മൾ ബ്ലഡൊക്കെ എടുത്ത് സെൻട്രിഫ്യൂജ് ചെയ്ത് പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ ഒരു പ്രാവശ്യം സെൻട്രിഫ്യൂജ് ചെയ്ത് 2 പ്രാവശ്യം ചെയ്യും. 10 മിനിറ്റ് വെച്ചിട്ട് രണ്ടാമത്തെ സെൻട്രിഫ്യൂഷനും തേർഡ് സെൻട്രിഫിക്കേഷനും അങ്ങനെ മൊത്തത്തിൽ ചെയ്ത് കംപ്ലീറ്റ് 3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ട്യൂബിലേക്കായിട്ട് ഫിൽറ്ററും കൂടി ഇൻസേർട്ട് ചെയ്ത് നമ്മൾ ഫിൽറ്റർ ചെയ്യും. കുറച്ചുകൂടി പ്യൂരിഫൈ, ശരിക്കും പറഞ്ഞാൽ പ്യൂരിഫൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമുക്ക് മുടിക്കായിട്ടുള്ള സെൽസ്, ഗ്രോത്ത് ഫാക്ടേഴ്സും എക്സോസോംസും അത് മാത്രമായിട്ട് നമുക്ക് ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് വരുന്ന പോലെ. അപ്പോൾ ഈ ഫിൽറ്റർ അതിനകത്ത് ഇട്ടിട്ട് ഇതിൽ കുറച്ച് മെഷർമെന്റ്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. ആ ഒരു മെഷർമെന്റ്സ് ഒക്കെയാണ് അത് ഫിൽറ്റർ ചെയ്തിട്ട് വരുന്നത്. ഇപ്പോൾ ഓറിൻ്റെ സൈസും പിന്നെ എന്തൊക്കെയാണെന്നുള്ളത് ഇതൊക്കെ എഴുതിയിട്ടുണ്ടായിരിക്കും. നാനോ സൈസിലൊക്കെയാണ് അത് ഫിൽറ്റർ ആയി വരുന്നത്. അപ്പം അത്രയും നമുക്ക് പ്യൂർ ആയിട്ടാണ് കിട്ടുന്നത്. അത് നമ്മൾ നോർമലായിട്ട് പിന്നെ GFCക്ക് ലോഡ് ചെയ്ത് ഇഞ്ചക്ഷൻ ഒക്കെ കൊടുക്കുന്ന പോലെ തന്നെയേ ഉള്ളൂ. ഇഞ്ചക്ഷൻ GFCനേക്കാളും കുറച്ചും കൂടി പെയിൻ കുറവാണ്, എക്സോസിന് കുറച്ചും കൂടി വേദന കുറവാണ്. നമ്മൾ പറയുന്ന പോലെ PRPനേക്കാളും GFC അഡ്വാൻസ് എന്ന് പറയുന്നത് വരുമ്പോൾ അതിന്റെ പെയിനും പിന്നെ അതിന്റെ എഫിക്കസിയും കുറച്ചുകൂടി ബെറ്റർ ആയി വരുമായിരുന്നല്ലോ. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണ് എക്സോസോമിൽ. പെയിനും കുറവായിരിക്കും, പിന്നെ അതുപോലെ അതിന്റെ എഫിക്കസിയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ GFC നമ്മോട് പറഞ്ഞിട്ട് ശരിക്കും ഒരു 56 ദിവസം അല്ലെങ്കിൽ 2 months ഒക്കെയാണ് ഗ്യാപ്പ് ഇട്ടാണ് ചെയ്യുക. അപ്പോൾ ഇത് അതുപോലെ തന്നെയാണോ ചെയ്യേണ്ടതോ? ഇത് അതുപോലെ ചെയ്യുന്നില്ല. നമുക്ക് നല്ലപോലെ ഹെയർ ഫോൾ ആണ്, എന്ത് ചെയ്താലും മാറുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു മന്ത്ലി വൺസ് ആയിട്ടൊക്കെ ചെയ്തിട്ട് ഒരു 2-3 സിറ്റിംഗ് എടുക്കുമ്പോഴത്തേക്കും നല്ല ഫോൾ കൺട്രോൾ ആയി വരും. അതിന്റെ ശേഷം നമ്മുടെ ഹെയർ ഫോൾ ഡിപ്പെൻഡ്സ്, നമ്മൾ എത്ര സിറ്റിംഗ്സ് അടുപ്പിച്ചെടുക്കണോ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡിലേ ആക്കണോ എന്നുള്ളത് ഫോൾ ഡിപ്പെൻഡ്സ് നമുക്കത് നോക്കി ചെയ്യാവുന്നതാണ്. ഇതിൽ MRP നമുക്ക് കാണിക്കണേ
6,999 ആണ്. അപ്പോൾ നമ്മൾ GFC ഒക്കെ നമുക്ക് 2,000 രൂപ കിട്ടുന്ന ഇത്രയും റേറ്റ് മാറ്റം വരുന്നുണ്ട്. ഇല്ല, അത്ര 6,999 അല്ല ഇതിന്റെ റേറ്റ്. ഇതിൽ MRP ആണ്. നമ്മൾ ഒരു മാനുഫാക്ചറിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ടറും പിന്നെ സ്റ്റോക്കിസ്റ്റും പിന്നെ റെപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റി വരുമ്പോഴാണല്ലോ MRP, അതിന്റെ പൈസ കൂടി ചേർത്തിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് മാനുഫാക്ചറിൽ തന്നെ മേടിക്കുവാണ്. നമ്മൾ കുറച്ച് കൂടുതലായിട്ടുള്ള ക്വാണ്ടിറ്റി മേടിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല ഡിസ്കൗണ്ടിലാണ് തരുന്നത്. ആ സെയിം ഡിസ്കൗണ്ടാണ് പേഷ്യന്റും തരുന്നത്. എത്രയ്ക്കാണ് ഇപ്പോൾ നമ്മൾ ഇത് എക്സോസ് GFC കൊടുക്കുന്നത്? 2,500 എക്സോസ് GFC വരുന്നത് 2,000. ഇതിന് 2,500. സാധാ GFCക്ക് 2,000 വരുന്നുണ്ട്. 500 രൂപ മാറ്റേ വരുന്നുള്ളൂ അല്ലേ? അതേ ഉള്ളൂ. ഓക്കെ. പിന്നെ PRP ഇപ്പം നമ്മൾ ചെയ്യുന്ന എത്രക്കാണ്? PRP ഇവിടെ ട്രാൻസ്പ്ലാന്റ് ചെയ്തവർക്ക് 500ഉം GFC 2,000, എക്സോസ് GFC 2,500. ട്രാൻസ്പ്ലാന്റ് ചെയ്യാത്തവർക്കോ അല്ലെങ്കിൽ പുറമേ നിന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വന്നവർക്കാണെങ്കിലും PRPക്ക് 1,000, GFCക്ക് 2,000, എക്സോസ് GFCന് 2,500. സെയിം റേറ്റ് തന്നെ. റേറ്റ് വരുന്നല്ലേ? റേറ്റ് വലിയ മാറ്റമൊന്നുമില്ല, റിസൾട്ടിന് നല്ല മാറ്റം വരും. അതെ. ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങനെ എടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല. ആദ്യമേ നമ്മൾ തന്നെ എടുത്ത് നോക്കി അതിന്റെ ഫോളോ കൺട്രോൾ ആയോ എന്താന്നൊക്കെ നോക്കിയിട്ട് പ്രോപ്പർ ആണെങ്കിൽ നമ്മൾ പേഷ്യന്റ് കൊടുക്കുള്ളൂ. ഇത് ഞാൻ തന്നെ എടുത്ത് നോക്കിയിട്ട് എനിക്ക് ഓക്കെ ആയതുകൊണ്ട് ഞാൻ കൊടുത്തതാണ്. അതെ. ട്രാൻസ്ഫോർമേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാത്ത വീഡിയോസും ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടുന്നത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി അപ്ഡേറ്റ് ആയിക്കൊണ്ട് വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇപ്പോൾ കുറേയൊക്കെ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടൊക്കെ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അവൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. റിസൾട്ട് ആയിട്ട് ഇടാന്നുള്ള മൈൻഡിലാണ്. ഓരോരോ പോർഷനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഒറ്റ വീഡിയോ ആയിട്ട് ഞാൻ അവൻ്റെ ഒരു ഫുൾ വീഡിയോ ഇടുന്നുണ്ടാവും. അതുപോലെ കുറേ പേരുടെ വീഡിയോ ഒക്കെ നോക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്കും തന്നെ നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ്റെ റിസൾട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫോർമേഷൻ സംബന്ധമായിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്താണെന്ന് വെച്ചാൽ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ സംഭവമായിട്ട് ചോദിച്ചാലൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്കതിൽ സംസാരിക്കാം. എന്ത് പേടി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാം. ട്രാൻസ്പ്ലാന്റേഷൻ സംബന്ധിച്ച് ഒരു പേടിയും വേണ്ട കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അതുപോലെ തന്നെ റേറ്റും അഫോർഡബിൾ ആണ്. ഞാൻ ചെയ്ത ക്ലിനിക്കിൽ റിസൾട്ട് ഓക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഒരു കുഴപ്പമില്ല. ഞാൻ കോയമ്പത്തൂരിൽ നിന്നാണ് ചെയ്തത്. HNS എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ നിന്നാണ് ചെയ്തത്. ഇപ്പോൾ പ്രൊമോഷനായിട്ടൊന്നും കൂട്ടണ്ട, റിസൾട്ട് വന്നുകൊണ്ട് പറയാമെന്നുള്ളൂ. ഫസ്റ്റത്തെ വീഡിയോ മുതലേ നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, അവിടെ പോയി ചെയ്തും കാര്യങ്ങളൊക്കെ. ഇനി ട്രാൻസ്ഫോർമേഷൻ്റെ ഫുൾ വീഡിയോ ഞാൻ തുടക്കം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഫുള്ള് അപ്ഡേറ്റഡ് ആണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഇതാ എൻ്റെ പേജിൽ തന്നെ ഉണ്ട്, പ്ലേ ലിസ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൽ മൊത്തമായിട്ട് വീഡിയോ കൊടുത്തിട്ടുണ്ട്, ചെയ്യാൻ പോകുന്നത് മുതൽ തുടക്കം മുതൽ ഇതുവരെയുള്ള വീഡിയോസ്. അതൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.